പൈതഗോറസ് തിയറം കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടില്ലേ ട്രോളുകളിൽ, അതുപോലെ ചില ഇമേജസും കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ പൈതഗോറസ് തിയറം തന്നെയാണോ വരുന്നത് അതോ വേറെ എന്തെങ്കിലും തിയറാണോ? പൈതഗോറസ് തിയറം ഡിസ്കസ് ചെയ്യുന്നത് സൈഡിൻ്റെ സ്ക്വയറാണ്. ഫോർ എക്സാമ്പിൾ C² = A² + B² എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു സൈഡിൻ്റെ ലെങ്ത് അല്ല പൈതഗോറസ് തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ട്രോളിൽ ശരിക്കും മാത്തമാറ്റിക്സിൻ്റെ വേറൊരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ട്രയാങ്കുലാർ ഇനീക്വാളിറ്റി, വിച്ച് മീൻസ് രണ്ട് സൈഡിൻ്റെ സമ്മ് ആഡ് ചെയ്താൽ തേർഡ് സൈഡിനേക്കാളും കൂടുതലുണ്ടാവും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഈ തിയറത്തിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും, ഇവിടെയുള്ള ഒരാൾക്ക് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈസി വേ ഇതാണ്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ചുറ്റി വരുന്നതല്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഈ രണ്ട് സൈഡും ആഡ് ചെയ്താൽ ഓൾവേസ് ഈ സം തന്നെ ആയിരിക്കും കൂടുതൽ, >5. അപ്പോൾ ഇതാണ് ട്രയാങ്കുലാർ ഇനീക്വാളിറ്റി. ഈ ഒരു തിയറാണ് ശരിക്കും ഇവിടെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലാതെ പൈതഗോറസ് തിയറം അല്ല. ഇനി ഇതുപോലത്തെ ട്രോളുകളൊക്കെ കാണുമ്പോൾ പോയി കമൻറ്റ് ചെയ്തോളൂ, പൈതഗോറസ് തിയറം അല്ല ട്രയാങ്കുലാർ ഇനീക്വാളിറ്റി ആണെന്ന്.